ഇല്ല, മെഡിക്കൽ പരിശോധന സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുപോകുമല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ചെക്കപ്പ് നടത്തിയതുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, പോലീസ് എന്താണ്, ചിലപ്പോൾ തൂക്കിക്കൊല്ലായിരിക്കും, ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും. അല്ലാതെ എന്താ, അത് പിണറായിൻ്റെ ഇഷ്ടം എന്താ അത് നടക്കും. നിയമമൊന്നുമല്ലല്ലോ, നിയമത്തിനാണെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുറത്ത് നിൽക്കുന്ന പോലീസ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു ഗുണ്ടാ തലവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു നാടകം ഉണ്ടാക്കി കൊണ്ടുപോകും. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരു നോട്ടീസ് തന്നാൽ മതിയല്ലോ, എനിക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ഞാൻ ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയല്ല, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ എന്നോ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുറ്റത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു MLA എന്തിനാണ് ഇന്ന് പിന്നെ അറസ്റ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 6 പേരെയാണ് കേരളത്തിലെ ആന ചവിട്ടിക്കൊന്നത്. ഇന്നലെ വൈകുന്നേരം ചവിട്ടിക്കൊന്നത് എൻ്റെ മണ്ഡലത്തിലെ മണി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെയാണ്. ഇന്നലെ രാത്രി വൈകുന്നേരം 6:30 മണിക്ക് ആന കൊന്നിട്ട് 10 മണിക്ക് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ആ ബോഡി എത്തിയിട്ട് ഇന്ന് ഉച്ചക്ക് 11 മണിക്ക് പോലും അതിൻ്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റ്മോർട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. 2 മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുന്നത്. ഇത്തരം നിരുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്, ഇത്തരം നിരുത്തരവാദിത്തമുള്ള എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ നിരുത്തരവാദിത്തം അതിനെതിരെയാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവും. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഓഫീസിൽ ചിലപ്പോൾ കല്ലെറിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ജനാധിപത്യത്തിൽ നടക്കുന്നതാണ്. ഇവിടെ കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല ഈ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പുതിയ നിയമ ഭേദഗതി വരിക. എന്താ ഭേദഗതി? ഇന്ന് ഫോറസ്റ്റിനുള്ള അധികാരത്തിൻ്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുകയാണ്. ജനങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഒരു ഫോറസ്റ്റുകാരൻ്റെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കിയാൽ അവൻ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ ഭേദഗതി ഈ സഭയിൽ കൊണ്ടുവരുമ്പോൾ ഈ മലയോരത്തെ ഒരു MLA എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇതിൻ്റെ മുമ്പ് എങ്ങനെയാണ് പിണറായി എൻ്റെ ശത്രുവാകുന്നത്? കേരളത്തിലെ പോലീസിൻ്റെ തമ്മാടിത്തം, അവർ നടത്തുന്ന കൊള്ള, അവർ നടത്തുന്ന കള്ളക്കടത്ത്, അവർ നടത്തുന്ന കൊലപാതകം ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞതിനല്ലേ. ഇപ്പോൾ എന്താണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വിഷയം? അവിടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് വേണ്ടി ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ അവരുടെ കൂടി റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇതിനിറങ്ങുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ വർഗീയവാദികളാക്കി, ക്രിമിനലുകളാക്കി, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ല, 90-80% മുസ്ലിങ്ങളുള്ള ജില്ലയാക്കി മാറ്റാൻ 2 പോലീസ് ഓഫീസർമാരെ 3.5 കൊല്ലം സ്ഥിരമായി ഇവിടെ നിർത്തി, സുജിത് ദാസിനെയും അജിത് കുമാറിനെയും. ആ വിഷയം ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ വിഷയമാണ് ഏറ്റെടുത്തത്. ക്രൈസ്തവ സംഘടനകളുമായിട്ട് സമരത്തിന് ഞങ്ങൾ സഖ്യമുണ്ടാക്കി. ഇവിടുത്തെ തിരുമേനിമാരെ പോയി കണ്ടു, അവരുടെ പിന്തുണയുണ്ട്. നാളെ PV അൻവർ ഈ ക്രൈസ്തവ മേഖലയോടെ യാത്ര ചെയ്താൽ, ഈ കർഷകരെല്ലാം കൂടെ ഒരുമിച്ചാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ അടപ്പളകുമെന്ന് പിണറായിക്കറിയാം. അതുകൊണ്ട് ഈ സമരവുമായിട്ട്, ഈ കോർഡിനേഷനുമായി, ഈ കർഷക സംഘടനകളുമായി ഒരുമിച്ച് പോകുന്നത് ഇല്ലാതാവണം. അതിനെന്താ മാർഗം? അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക. അപ്പോൾ എന്താ, കേരളത്തിലെ കംപ്ലീറ്റ് പോലീസ് ഇവിടെ ഉണ്ട്. എന്തിനാ ആളുകളെ ഭീകരത ഉണ്ടാക്കുകയാണ്. കാരണം പുറത്തുനിന്നുള്ളവർ കാണുന്നത് എന്താണ്? ഒരു MLA ഈ കോലത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണക്കാരായ എൻ്റെ സ്ഥിതി എന്താവും? പിന്നെ ആരവിടെ വാ തുറക്കുക? അപ്പോൾ മോഡിക്കെതിരെ പറയുന്ന പിണറായി, അതിലും വലിയ ഭരണകൂട ഭീകരത ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും വിദ്യാസമ്പന്നരായ മനുഷ്യരുള്ള നാട്ടിൽ നടത്തുമെങ്കിൽ നടത്തട്ടെ എന്ന്. അപ്പോൾ ഞാൻ ഇന്നൊരു MLA ആയതുകൊണ്ട് ഞാൻ വഴങ്ങി കൊടുക്കുകയാണ്. മനസ്സിലായോ? എനിക്ക് പോലീസ് വന്നപ്പോൾ വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ആളെ കൂട്ടിയിട്ട് ഈ അറസ്റ്റ് എനിക്ക് തടുക്കാം. ഈ പോലീസുകാരെന്താ ചെയ്യുക? ഒരു DYSP അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ നിസ്സഹായാവസ്ഥ അല്ലാതെ ഈ സാധു പോലീസുകാരെ മേക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അവരിതിൻ്റെ ഉത്തരവാദിയല്ലല്ലോ. ആഭ്യന്തര വകുപ്പ്? പിണറായി മുഖ്യമന്ത്രിയാണ്. ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ്. അവർക്ക് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞാനൊരു നിയമസാമാജികനെ MLA ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക. അല്ലെങ്കിൽ പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പോൾ നമുക്കിത് കാണാം. ഇനി ഒരു പക്ഷേ ജയിലിലിട്ട് എന്നെ കൊല്ലിയായിരിക്കും. പലരും കൊന്നിട്ടുണ്ടല്ലോ, പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വരട്ടെന്ന്. എൻ്റെ തലയിലൊരു സാധനം എഴുതിയിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അതെനിക്കറിയാം. അത് നമ്മൾ ജനിക്കുമ്പോഴേ അത് എഴുതി വെക്കുന്ന പറഞ്ഞത്. അതിനനുസരിച്ച് ജീവിതം പോകുള്ളൂ. അതിൻ്റെ ബാക്കിയാണ്, അതിൽപ്പെട്ട ഒന്നാണ്
ഇന്നത്തെ അറസ്റ്റ്. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ല, അറസ്റ്റുമായി സഹകരിക്കുന്നത് ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത അറസ്റ്റ് വാറണ്ട് തന്നാൽ അതിന് നിയമവിധേയമായിട്ട് അതിന് നിന്നു കൊടുക്കുക എന്നതൊരു മനുഷ്യൻ്റെ ഒരു നിയമം അനുസരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന അത്രേ ഉള്ളൂ. സ്പീക്കറുടെ അനുമതിയൊന്നും വേണ്ടല്ലോ. കേരളത്തിൽ എന്തിനാണ് സ്പീക്കർ? പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വാങ്ങുമ്പോൾ എന്ത് നിയമമാണ് പിണറായിക്ക് ബാധ്യത? ഇവിടെ അറസ്റ്റ് വാറണ്ടായി നടക്കുന്ന സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യം തള്ളിയ എത്ര കൊലക്കൊമ്പന്മാർ ഈ നാട്ടിൽ ജാമ്യം കിട്ടാതെ നടക്കുന്നുണ്ട്. ആരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ പോലീസ് അങ്ങക്കെതിരെ തന്നെ മുൻപ് പല വിഷയങ്ങളും കേസെടുത്തിരുന്നു. കേസെടുത്ത സംഭവമുണ്ട്, അല്ലാതെ കേസെടുത്ത് അതിലൊന്നും അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടായ ഘട്ടത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിനെ നോക്കിക്കാണണമെന്നും ഇല്ലാന്നേ. ഇതൊരു പേരിനുള്ള അറസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വാറണ്ടുകളും അവിടെ ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അത്രയൊന്നുമില്ല. തൂക്കാനോ വിരിച്ചിട്ടില്ല. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അതാണ് ഇതിലെ വിഷയം. അതിന് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. അല്ല, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ കൈ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. ആരും സീൻ ഉണ്ടാക്കണ്ട. അല്ല, രാഷ്ട്രീയമായിട്ട് പിണറായി ഒതുക്കട്ടെന്ന് ഇവിടെ കേരളത്തിലെ 3.5 കോടി ജനത കാണുന്നുണ്ടല്ലോ. അവര് തീരുമാനിക്കല്ലോ. ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ നോക്കാം നമുക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. İnkılap zindabad! İnkılap zindabad! PV Anwar zindabad! PV Anwar zindabad!